Good morning. I am Dr. Enka, Government Hospital Pediatrician at working. എൻ്റെ മകൾ നവമി സജിത്ത് ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ +2 എക്സാം ഗോയിങ് സ്റ്റുഡൻ്റാണ്. ഞാൻ എൻ്റെ ഈ 2 വർഷത്തെ +1 ആൻഡ് +2 ഉള്ള അനുഭവത്തെക്കുറിച്ച്, മോളുടെ സ്കൂളിലെ അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇവിടുത്തെ ടീച്ചേഴ്സ് എല്ലാം വളരെയധികം അർപ്പണ മനോഭാവവും ആത്മാർത്ഥതയും കൂടി വർക്ക് ചെയ്യുന്നവരാണ്. ഇങ്ങനെയുള്ള ടീച്ചേഴ്സിന് ഇന്നത്തെ കാലത്ത് കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണ്. മാനേജിങ് ഡയറക്ടറായ റോജേഷ് സാറും ജിൻസി മാഡം അത്രയും ഡിസിപ്ലിൻഡായിട്ടും അതുപോലെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ടും കൂടിയാണ് ഈ സ്കൂൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. മികവുകളോടെ ഇവിടുന്ന് പുറത്തിറങ്ങാൻ ആണ് ശ്രമിക്കുന്നത്. അതിന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോ ടീച്ചേഴ്സിനും മാനേജ്മെന്റിനും ഞങ്ങൾ എല്ലാവരുടെയും നന്ദി അറിയിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് സജീവ് വർഗീസ്. എൻ്റെ മകൻ ജോണസ് വർഗീസ് ആലപ്പുഴ ആൽഫ ജീനിയസ് ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ +1 കമ്പ്യൂട്ടർ സയൻസിന് പഠിക്കുന്നു. പഠിക്കുവാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും 100% ഉറപ്പോടെ വിദ്യാർത്ഥികളെ ചേർക്കുവാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ്. മികച്ച ഹോസ്റ്റൽ സൗകര്യവും നല്ല ഭക്ഷണവും നല്ല ക്യാമ്പസുമാണ് ആൽഫയുടേത്. അയ്യോ പോയി എല്ലാം പടി വാളിന്ന് വിചാരിച്ചതാ. പിന്നെ വീട്ടുകാരുടെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. വന്നില്ലായിരുന്നെങ്കിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുത്തിയിട്ട് വീട്ടിലിരിക്കുന്ന അവസ്ഥ ആയിപ്പോയേനെ. ഞാൻ +2 കമ്പ്യൂട്ടർ സയൻസ് ബാച്ചിലെ മാത്യു ടിറ്റോയുടെ മദറാണ്. മാത്യു 10th കഴിഞ്ഞിരുന്ന സമയത്ത് ഏത് സ്കൂളിലാണ് +1ലേക്ക് അഡ്മിഷൻ എടുക്കേണ്ടത്, എൻട്രൻസ് എങ്ങനെ പോകണം എന്നിങ്ങനെ കുറച്ച് കൺഫ്യൂഷൻസ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ വളരെ അവിചാരിതമായിട്ടാണ് റോജർ സാറിനെ കുറിച്ചും ആൽഫ അക്കാഡമിയെക്കുറിച്ചും ഞങ്ങൾ കേൾക്കാനിടയായത്. അപ്പോൾ അവിടെ വന്ന് ആൽഫ അക്കാഡമിയിൽ വന്ന് സാറിനെ കണ്ടു. സാർ വിവിധതരം +2 കഴിഞ്ഞിട്ട് എഴുതാൻ പറ്റുന്ന കുറേയധികം എൻട്രൻസ് എക്സാമുകളെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ആൽഫയിലെ കോച്ചിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു തന്നു. അതോടെ ഞങ്ങളുടെ ഒരു വലിയ കൺഫ്യൂഷൻസ് മാറി. ഞങ്ങൾ മാത്യുവിന് ആൽഫയിൽ തന്നെ അഡ്മിഷൻ എടുത്തു. ഇവിടെ വന്നിട്ട് എനിക്ക് പഠിക്കാനുള്ള ഒരു ഇതൊക്കെ കിട്ടി. പിന്നെ ഇതേപോലെ എനിക്ക് ആക്റ്റീവ് ആവാനൊക്കെ എൻ്റെ പാരൻസ് പ്രൗഡാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനെല്ലാം എനിക്ക് റോജർ സാറിനോടും ആൽഫയോടും താങ്ക്സ് ചെയ്യാറുണ്ട്.